നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. മകം, പൂരം, ഉത്രത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാർക്ക് വേഴഗ്രഹം ഈ വർഷം 2026 6 മാസം വരെ 11 നിൽക്കും. അത് കഴിയുമ്പോൾ 12 വരും. അപ്പോൾ 11 നിൽക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് വളരെ ഗുണങ്ങൾ കിട്ടും. 12 നിൽക്കുന്ന കാലഘട്ടം ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊല്ലം ആദ്യഘട്ടം വളരെ നല്ലതാണ്. ചില മാന്യവ്യക്തികൾ പറയും, നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് പറയണം, കേട്ടതാണെങ്കിൽ ദോഷമാണെങ്കിൽ ദോഷം പറയണം, നല്ലതാ കെട്ടതാന്ന് പറയാതെ ഇരുന്നാൽ പറ്റൂലെന്ന് പറയും. ഇപ്പോൾ വേഴം 11 നിൽക്കുമ്പോൾ നല്ലതാണ്, 12 നിൽക്കുമ്പോൾ ദോഷമാണ്. ശനി 2025 മാർച്ച് മുതൽ 2.5 വർഷത്തേക്ക് 8-ലാണ്. അത് വളരെ ദോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ ദോഷ സമയത്ത് ഇത്തിരി കിട്ടുന്ന ഈ വർഷത്തിൻ്റെ ആദ്യകാലം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പിടിച്ചുപറ്റി നിന്ന് ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഈ പുതുവർഷത്തിൻ്റെ ആദ്യഘട്ടം 2026 6 മാസം വരെ. അപ്പോൾ 11 വേഴം നിൽക്കുമ്പോൾ സർവാഭിഷ്ടാകമോ ഇഷ്ടകാര്യങ്ങൾ സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും. അർത്ഥലാവശ്യ കുറേ പൈസയും കാര്യമൊക്കെ കിട്ടും. കിട്ടാതെ കിടക്കുന്ന പൈസകൾ, ജോലികൾ, അധികാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടും. പിന്നെ വലിയ സമുദ്രത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി താഴുന്ന ഒരാളൊരു കച്ചിത്തുരുമ്പ് കിട്ടുന്നത് പോലെയാണ് ഈ 11 വേഴം നിൽക്കുന്ന ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും ജോലിക്കും വിദേശയാത്രയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടും. വേഴൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെ. അപ്പോൾ ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. മക്കളില്ലാത്തവർക്ക് പോലും മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് വിദ്യയും ഉദ്യോഗവും വിവാഹവും ഐശ്വര്യ അഭിവൃദ്ധികളും പുരോഗതികളൊക്കെ ഉണ്ടാക്കി സ്വസ്ഥത കൈവരിക്കാൻ പറ്റും. 2026 6 മാസം കഴിയുമ്പോൾ വേഴം 12 വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ വരുമാനങ്ങളും നേട്ടങ്ങളും നിന്നുപോയതുപോലെ തോന്നും. നിങ്ങൾക്കും ഈ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും കണക്ക് 12 വേഴം വരുമ്പോൾ നമുക്ക് ജോലിയും വേണ്ട, പൈസയും വേണ്ട എന്നൊക്കെ തോന്നി. നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിഷൻ വേണ്ടാന്ന് തോന്നിപ്പോവും, ജോലി വേണ്ടാന്ന് തോന്നിപ്പോവും, ഒരു അംഗീകാരം കിട്ടിയാലും അത് വേണ്ടാന്ന് തോന്നിപ്പോവും. പിന്നെ നല്ല മെച്ചത്തിൽ ജീവിക്കുന്ന ഒരാളിന് പെട്ടെന്ന് തോന്നി ഇതെല്ലാം കളായിട്ട് ഏതെങ്കിലും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി രക്ഷപ്പെടാതെ തോന്നി ഉള്ള ജോലി കളയും. വിദേശത്ത് പോയാലും ചിലപ്പോൾ പ്രതീക്ഷിച്ച നേട്ടം കിട്ടില്ല. ഇതെല്ലാം ഒരു ജോലി കിട്ടി, ഈ ജോലി മതിയാക്കിയിട്ട് ഇനി പഠിക്കാൻ പോകണമെന്ന് തോന്നും. പഠിക്കാൻ പോയാലും പഠിത്തത്തിനൊക്കെ മങ്ങലൊക്കെ വരും. ഉള്ള ജോലിയും പോയി പഠിത്തവും പോയതുപോലെ വരും. അതേപോലെ വിവാഹവും കുടുംബ സൗഖ്യവും സമ്പത്തും ഒക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. ഇപ്പം എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയിട്ട് പോകുമ്പോഴത്തേക്കും വിവാഹത്തിനുള്ള ഭാഗ്യം, മക്കളുണ്ടാകാനുള്ള ഭാഗ്യമൊക്കെ ഉള്ള സമയത്ത് നിങ്ങളത് വേണ്ടാന്ന് തീരുമാനിച്ച് എല്ലാം വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിനും സമ്പത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും സന്തതിക്കുമുള്ള ഭാഗ്യങ്ങൾ തെറിച്ചു പോവാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം വേഴം 11 നിൽക്കുമ്പോഴൊക്കെ കൊള്ളാമെങ്കിലും 12 വേഴം വരുമ്പോൾ പാവം, വ്യയഞ്ചപതനം, നിരയം വാമ അമ്പുകം, സ്ഥാനഭ്രംശഞ്ച വൈകല്യം, ദോദശേന വിചിന്തി. പാവം എന്ന് വെച്ചാൽ നമുക്കെല്ലാവരോടും ദേഷ്യവും, അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും സന്താനങ്ങളോടും ഭാര്യയോടും ഭർത്താവിനോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതായ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യും. അപ്പം അത് പാവമായി പോയില്ലേ? ഇപ്പോഴാണ് നമ്മൾ പാവികളാവുന്നത്. ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പാവികളാവും. അത് വീട്ടിലുള്ളവരോട് മാത്രമല്ല, നിങ്ങൾ ഉദ്യോഗസ്ഥർ ആണെങ്കിൽ അവർക്ക് ഉദ്യോഗത്തിരുന്നുകൊണ്ട് ഒരാൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ അവരോട് വിരോധം കാണിക്കും.
വലിയ ഡോക്ടറാണെങ്കിൽ പോലും പൈസ ഇല്ലാത്തവന് വേണ്ട തരത്തിലുള്ള ചികിത്സ ചെയ്യാതെ അയാൾക്ക് ഉപേക്ഷിക്കുമ്പോൾ അതൊരു പ്രയാസമാണ്. എന്നാൽ പലവരുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നമ്മളെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ പല തരത്തിലുള്ളതായ ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്ന തരത്തിൽ നമ്മളെ ആൾക്കാർ കാണുകയും അത് കേസിൻ്റെയും വഴക്കിൻ്റെയൊക്കെ പ്രവൃത്തിയിലും ചെന്ന് നമ്മളെ ജോലി പോവാനും പൈസ പോവാനും അംഗീകാരം പോവാനും അഭിവൃദ്ധി നഷ്ടപ്പെടാനും ഒക്കെ യോഗം ആ ഒരു ഗ്രഹപ്പഴ കൊണ്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നേട്ടം കൊതിക്കാതെ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് ആ പ്രാധാന്യം കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ നല്ലത് വരും. വ്യയഞ്ചാന്ന് വെച്ചാൽ എത്ര കോടീശ്വരന്മാരും ദരിദ്രന്മാരായിട്ട് പോവുകയും നമ്മളെ പൈസ അത്രയും നമ്മൾ മുതൽ മുടക്കി അതിനൊരു പ്രോഫിറ്റ് കമ്മീഷൻ ഒന്നും കിട്ടാതിരിക്കുകയും തൊഴിലാളി മുതലാളിയൊക്കെ കലവിച്ചുകയും നമ്മുടെ സ്ഥാപനങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ബാധ്യതയുള്ള വ്യാപാരങ്ങളും പ്രവൃത്തികളൊന്നും എടുത്ത് മണ്ടേ വയ്ക്കരുത്. ഈ സമയത്ത് ഉള്ളതിനെ എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് നിലനിർത്താൻ ശ്രമിക്കണം. നമുക്ക് ആഗ്രഹമില്ലാത്തവരാരുമില്ല നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഭാഗ്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും. നമുക്ക് വീടും വസ്തുവൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും കുറച്ചും കൂടിയൊക്കെ നല്ല മെച്ചം വരാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് തെറ്റല്ല. പക്ഷേ അത് കടത്തിൻ്റെ മണ്ടയിലാണെങ്കിൽ അത് വലിയ കടത്തെക്കാളും വലിയ അപകടമായിട്ട് നമുക്ക് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപകടവും വീഴ്ച ഒടിവ് അപകടമൊക്കെ ഉണ്ടാകുന്നതും ചെറിയ സർജറിയൊക്കെ വേണം പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക മാനസിക രോഗങ്ങളൊക്കെ ഉള്ളതും ആ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്ന സമയമാണ്. സ്ഥാനം ഭ്രംശമെന്ന് വീടും നാടും വിട്ടുമാറിപ്പോവാനും വിറ്റുപറക്കി പോവാനും തോന്നും. അങ്ങനെ പല പരിപാടികളും തുടക്കം കുറിച്ചത് പകുതി വഴിയിൽ നിന്നു പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തിയ മറ്റ് ദോഷം പിടിച്ച സമയത്തും നമുക്ക് നിലനിൽക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നല്ല ജോലിയുള്ളതൊക്കെ കളഞ്ഞിട്ട് വീടും നാടും വിട്ടുപോകാനും മരിച്ചു കളയാനൊക്കെ ശ്രമിച്ചാൽ അത് പാവമായിട്ട് വിചാരിച്ചോളും. അതുകൊണ്ട് മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, വിഷ്ണു പൂജ, ഭാഗ്യ ഐക്യമത്യപ്രത സൂക്തജവാഹ ആവനിവൃത്തൈഹി ധനധാന്യ അഭിവൃത്തൈഹി ദിവ്യാഭിഷേകാധികമത്രശുദ്ധൈഹി നിർഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം. അതേപോലെ നമ്മൾ ഭാഗവത പാരായണം, സഹസ്രനാമാർച്ചന നമ്മൾ തന്നെ സമയം കിട്ടുമ്പോൾ ജപവും തപവും ഒക്കെ നടത്തുമ്പോൾ ദോഷങ്ങൾക്ക് ശമനം കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ദോഷ സമയങ്ങളിൽ വ്യാഴം 12 സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹം പോലും കിട്ടാതെ പോകുന്ന സമയമാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പുണ്യവും കിട്ടിയില്ല, ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടിയില്ല, അതേപോലെ പ്രൊമോഷൻ കിട്ടിയില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയത്ത് ഇതെല്ലാം കിട്ടും. കിട്ടാൻ യോഗം ഇല്ലാത്ത സമയത്ത് കിട്ടിയില്ലെന്നും കൊണ്ട് കളഞ്ഞ ആർക്ക് നഷ്ടം? നിങ്ങൾക്കുള്ള ജോലി പോവുകയും ചെയ്യും, വേറൊന്ന് കിട്ടാൻ താമസം വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം, പരിഹാരം ചെയ്യണം. ശനി എട്ടി നിൽക്കുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് 3 കൊല്ലം കൊണ്ട് നശിച്ചു പോകുന്ന സമയമാണ് ശനി എട്ടി നിൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട് വലിയ ലോണുകളും കാര്യങ്ങളും എടുക്കാൻ പോകരുത്. ഫ്രണ്ട്ഷിപ്പിലുള്ള ബിസിനസ്സുകളൊക്കെ പരാജയം വരാതെ സൂക്ഷിക്കണം. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ, ചിട്ടികൾ, ലോട്ടറി ഇതിലൊക്കെ കഷ്ടനഷ്ടങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ രക്ഷിക്കണം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും. സൂക്ഷിക്കണം, വണ്ടി ഓട്ടിക്കണം, സൂക്ഷിക്കണം. ശനി എട്ടി നിൽക്കുമ്പോൾ നമുക്ക് മൃത്യൂർ വേദി സദുഃഖം ശനിരിക ഗതുദോദാസ പ്രത്യാദി ഗോപീനാണ്. മൃത്യു ബന്ധുക്കളുടെയൊക്കെ മരണ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. വേദി എന്നും നമുക്ക് അസുഖം, ദുഃഖം ദാസവൃത്യാദി നമ്മുടെ തൊഴിലാളി, മുതലാളി, അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ, സാധാരണക്കാരൊക്കെ നമുക്കെതിരെ തിരിയുന്ന സമയമാണ്. കുടുംബകലഹവും കുടുംബ കോടതിയൊക്കെ വേണമെന്ന് തോന്നും. എട്ടി ശനി സഞ്ചരിക്കുമ്പോൾ ക്രൂരാഷ്ടമി വിധവത. സ്ത്രീയാണെങ്കിൽ ഭർത്താവ് കലവിച്ചാൽ മരിച്ചാൽ പോകും, പുരുഷനാണെങ്കിലും ഭാര്യ കലവിച്ചാൽ മരിച്ചാൽ പോണ സമയം അവർക്കും അസുഖങ്ങളും അപകടങ്ങളും അപവാദങ്ങളും വിഷമങ്ങളും ഉള്ള സമയം. അതുകൊണ്ട് ദീർഘസുമംഗലി പൂജ, ദീർഘമാംഗല്യ പൂജ, നവഗ്രഹ പൂജ, ശനീശ്വര പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറും.
കാലഭൈരവ ക്ഷേത്രത്തിലെ എല്ലാ അമാവാസി തോറും കാലഭൈരവ പൂജ, യമരാജ പൂജയൊക്കെ ഉണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള ഗ്രഹപ്പഴയുള്ള സമയം ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും. അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, അതേപോലെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ നമുക്ക് പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം മുതലായ കാര്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികൾ, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രഹപ്പഴം മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലും ഗ്രഹപരിസരത്തുള്ള അമ്പലങ്ങളിലും ദൈവങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വഴിപാടുകളും നേർച്ചകളും ഒക്കെ ചെയ്യണം. നേർച്ചകളും വഴിപാടുകളും ചെയ്തില്ലെങ്കിലും ദർശനം നടത്തുന്നത് തന്നെ ദോഷ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിന് സഹായമാകും. എല്ലാ അമ്പലത്തിലും പള്ളിയിലും ദൈവങ്ങൾക്കും പൈസ കൊടുത്താലേ, പൂജ നടത്തിയാലേ പുണ്യം കിട്ടൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ പോയി ദർശനം നടത്തുമ്പോൾ നല്ലത് വരും. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പുണ്യം കിട്ടൂലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. വീട്ടിൽ നമുക്ക് ഇരുന്നാൽ കുഴപ്പമില്ല, പക്ഷേ എങ്കിലും വീട്ടിലിരുന്ന് ജപവും തപവും നടത്തിയാൽ പുണ്യം കിട്ടും. എങ്കിലും നമുക്ക് ഒരു ടവറിൻ്റെ മുമ്പ് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാൻ പറ്റും. വീട്ടിനകത്ത് ചില സ്ഥലങ്ങളിൽ ഇരുന്ന് ജപിച്ചാൽ നമുക്ക് ഫോണിൽ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടാതെയൊക്കെ പോകുന്നത് പോലെയാണ്. ചില സ്ഥലത്തിരുന്ന് ജപവും തപവും നടത്തിയാൽ ചില ഗുണങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് മാത്രമേ. ഇവിടെ ഇരുന്ന് ജപിച്ചാലും നമ്മളെ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സാകുന്ന അമ്പലത്തിൽ സർവ്വ ഈശ്വരന്മാരും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെ ഉറച്ച് നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പരിഹാരങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നല്ലത് വരും. ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.